നമസ്കാരം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാകിസ്ഥാനിൽ കൊലപാതകങ്ങൾ അരങ്ങേറുകയാണ്. 2022 ഗ്ലോബൽ മർഡർ റേറ്റ് അനുസരിച്ച് ലോകത്ത് 1 ലക്ഷം പേർ മരിക്കുമ്പോൾ ഏകദേശം 6 പേരുടെ മരണം കൊലപാതകമെന്നാണ്. പക്ഷേ എൽ സൽവഡോർ പോലുള്ള രാജ്യങ്ങളിൽ 6 എന്നത് 61.7 എന്ന നിലയിലേക്ക് വളരുന്നു. പറഞ്ഞു വന്നതിൻ്റെ സാരമെന്നത് കൊലപാതകങ്ങൾ ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാനിലെ കൊലപാതകങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും വലിയ അന്താരാഷ്ട്ര ശ്രദ്ധ കൈവരുന്നത്? ഇവിടെ കൊല്ലപ്പെടുന്നവർ തീവ്രവാദികളോ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോ ആയിരുന്നു എന്ന് തന്നെയാണ് കാരണം. ഏതാണ്ട് ഒരേ രീതിയിൽ അരങ്ങേറുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്താൻ പാക് ഭരണകൂടത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. അജ്ഞാതർ നടത്തുന്ന കൊലപാതകങ്ങൾ എന്ന പുതിയ കാറ്റഗറി പോലും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി. ഇത്തരത്തിൽ അവസാനമായി കൊല്ലപ്പെട്ടത് അമീർ സർഫറാസ് താംബെ എന്ന പാകിസ്ഥാൻ അധോലോക നേതാവായിരുന്നു. ലഷ്കർ-ഇ-തൊയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ കൂടുതൽ കുപ്രസിദ്ധി നേടിയത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പാകിസ്ഥാനിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യൻ പൗരൻ സർബ്ജിത് സിംഗിനെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ലാഹോറിലെ വീട്ടിലെത്തിയ അജ്ഞാതരായ ആയുധധാരികൾ താംബയ്ക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. താംബയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. താംബയുടെ സഹോദരൻ ജുനൈദ് സർഫറാസ് നൽകിയ വിവരമനുസരിച്ച് അജ്ഞാതരായ 2 പേർ മോട്ടോർ സൈക്കിളിലാണ് എത്തിയത്. തോക്കുധാരികളിൽ ഒരാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു, മറ്റൊരാൾ മാസ്കും. വെടിയുതിർത്ത ശേഷം അവർ ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്തു. പാക് സർക്കാർ കേസ് ISIയുടെ തീവ്രവാദ വിരുദ്ധ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ആരായിരുന്നു താംബെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സർബ്ജിത് സിംഗ്? പഞ്ചാബിലെ തരൺ ജില്ലയിൽ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപമുള്ള ഭിക്കിവിൻഡ് എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ് സർബ്ജിത് സിംഗ്. കർഷകനായിരുന്ന സർബ്ജിത് സിംഗ് മദ്യപിച്ച് ബോധം നശിച്ച അവസ്ഥയിലാണ് ഇന്ത്യ പാക് അതിർത്തി കടന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത്. അന്ന് അദ്ദേഹത്തിന് 26 വയസ്സ് മാത്രമായിരുന്നു പ്രായം. വാഗ അതിർത്തിക്ക് സമീപമുള്ള കൃഷിയിടത്തിലേക്ക് പോയ സർബ്ജിത്തിനെ കാണാതാകുകയായിരുന്നു. 1990 പാകിസ്ഥാൻ അതിർത്തി സേന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ആദ്യം അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ചതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. എന്നാൽ പിന്നീടത് ചാരവൃത്തി അടക്കമുള്ളവയിലേക്ക് വഴിമാറുകയായിരുന്നു. തൊട്ടു മുൻപത്തെ വർഷം ലാഹോറിലും മുൾട്ടാനിലുമായി 14 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തുവെന്ന കുറ്റവും സർബ്ജിത്തിനെതിരെ ചുമത്തി. 91 പാകിസ്ഥാൻ കോടതി തീവ്രവാദ കേസിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അന്വേഷണത്തിനിടെ പാക് അധികൃതർക്ക് നൽകിയ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ പൂർത്തിയാക്കിയത്. പക്ഷേ ഇന്ത്യൻ സർക്കാരും മനുഷ്യാവകാശ സംഘടനകളും ഇത് തള്ളിക്കളഞ്ഞിരുന്നു. പലവട്ടം ദയാഹർജി നൽകിയെങ്കിലും പാകിസ്ഥാനിലെ സർക്കാരുകളും കോടതിയും അത് നിരാകരിച്ചു. പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ ശിക്ഷയ്ക്കെതിരായി സർബ്ജിത് സിംഗ് സമർപ്പിച്ച ഹർജി 2006 തള്ളി. അറിയാതെ അതിർത്തി മുറിച്ചു കടക്കുന്നതല്ലാതെ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കി അദ്ദേഹം പാക് പ്രസിഡന്റിന് ദയാഹർജി നൽകിയിരുന്നു. 10,000-കണക്കിന് ഇന്ത്യക്കാർ ഒപ്പിട്ടതടക്കം 5 ദയാഹർജികളും നൽകി. എന്നാൽ ഇതും തള്ളിക്കളഞ്ഞു. ലാഹോറിലെ കോട്ട് ലഖ്പത് ജയിലിൽ പാർപ്പിച്ച അദ്ദേഹത്തെ 2008 ഏപ്രിൽ 1 തൂക്കിലേറ്റേണ്ടതായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ദയാഹർജിയെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി യൂസഫ് റാസ ഗിലാനി വിഷയം പരിശോധിക്കാൻ തീരുമാനിച്ചതോടെ വധശിക്ഷ നടപ്പാക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചു. 1991 2013 ഇടയിൽ ഇന്ത്യയിൽ നിന്നുള്ള ബന്ധുക്കൾക്ക് 2 തവണ അദ്ദേഹത്തെ സന്ദർശിക്കാൻ അനുമതി ലഭിച്ചിരുന്നു. തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സർബ്ജിത്തിനെ മോചിപ്പിക്കാമെന്ന് 2012 പാകിസ്ഥാൻ സമ്മതിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് പകരം മറ്റൊരാളെയാണ് അന്നവർ വിട്ടയച്ചത്. വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ച സാഹചര്യത്തിൽ ലാഹോറിലെ കോട്ട് ലഖ്പത് ജയിലിൽ കഴിയുന്നതിനിടെയാണ് സർബ്ജിത് സിംഗിന് മർദ്ദനമേൽക്കുന്നത്. 2013 ഏപ്രിൽ 26 സഹതടവുകാർ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. മൂർച്ചയുള്ള ലോഹ ഷീറ്റുകളും ഇരുമ്പ് ദണ്ഡുകളും ഇഷ്ടികകളും തകര കഷ്ണങ്ങളും ഉപയോഗിച്ചായിരുന്നു ആക്രമണത്തിൽ മസ്തിഷ്കത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും നട്ടെല്ല് ഒടിയുകയും ചെയ്ത അദ്ദേഹത്തെ ലാഹോറിലെ ജിന്ന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഭാര്യയും ആശുപത്രിയിലെത്തി സർബ്ജിത്തിനെ സന്ദർശിക്കുകയും ചെയ്തു. മനുഷ്യത്വപരമായ കാരണങ്ങളാൽ സർബ്ജിത് സിംഗിനെ വിട്ടയക്കണമെന്നും അല്ലെങ്കിൽ വൈദ്യസഹായത്തിനായി ഇന്ത്യയിലേക്ക് വരാൻ അനുവദിക്കണമെന്നും 2013 ഏപ്രിൽ 29 ഇന്ത്യ പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചു. പക്ഷേ ഈ ആവശ്യവും പാകിസ്ഥാൻ നിരസിക്കുകയാണ് ഉണ്ടായത്. 2013 മെയ് 1 രാത്രി അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. മരിക്കുമ്പോൾ 49 വയസ്സായിരുന്നു. മൃതദേഹം പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലെത്തിക്കുകയും ഇന്ത്യൻ ഡോക്ടർമാർ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമിച്ചതെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ഹൃദയവും വൃക്കയും ഉൾപ്പെടെയുള്ള സുപ്രധാന അവയവങ്ങൾ നീക്കം ചെയ്ത നിലയിലായിരുന്നു മൃതദേഹം. തലയ്ക്കേറ്റ ക്ഷതം മൂലം അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവം ഉണ്ടായതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മുഖത്തും കഴുത്തിലും കൈകളിലും മുറിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും തലയോട്ടിക്ക് മുകളിൽ 5 സെന്റിമീറ്റർ വീതിയിൽ സംഭവിച്ച മുറിവാണ് മരണത്തിന് ഇടയാക്കിയത് എന്നായിരുന്നു റിപ്പോർട്ട്.
ആക്രമണത്തിൽ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ പരാതിയെ തുടർന്ന് പാകിസ്ഥാൻ ലോക്കൽ പോലീസ് പ്രതികളായ അമീർ സർഫറാസ് താംബെ, മുദാസിർ മുനീർ എന്നിവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെങ്കിലും 2018 ഡിസംബർ 14 ലാഹോറിലെ സെഷൻസ് കോടതി താംബെയെയും മുനീറിനെയും കേസിൽ കുറ്റവിമുക്തരാക്കുകയും വിട്ടയക്കാൻ ഉത്തരവിടുകയും ചെയ്തു. താംബെ അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചതിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. പക്ഷേ ആരോപണത്തോട് നിലവിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ഈ വർഷം ആദ്യവും പാകിസ്ഥാനിൽ നടന്ന കൊലപാതകങ്ങളിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നതിന് വിശ്വസനീയമായ തെളിവുകൾ കൈവശമുണ്ടെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അസത്യവും ദുരുദ്ദേശപരവുമായ ഇന്ത്യ വിരുദ്ധ വിവരണങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ ഇത് തള്ളുകയാണ് ഉണ്ടായത്. കൊലപാതകങ്ങളിലൊന്നും തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. പിന്നെ ആരാണ് ഇതിന് പിന്നിൽ? അത് ആരായാലും അവർക്കായി ഇന്ന് ഇന്ത്യൻ ജനത മനമറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ ആത്മാവിനെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ച് ഏത് കടലിനടിയിൽ പോയി ഒളിച്ചിരുന്നാലും, എത്ര കടുപ്പമുള്ള രക്ഷാകവചങ്ങൾ ഒരുക്കിയാലും അതെല്ലാം ഭേദിച്ച് അവരെ തേടി ഏത് നിമിഷവും ഒരു അജ്ഞാതനെത്തും എന്നത് ഇന്ന് പരസ്യമായ രഹസ്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.